Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് തഗ് ലൈഫ് സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഇപ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, നോ ഫെറ്റേഴ്സ് ഓൺ തഗ് ലൈഫ്, എക്സ്ട്രാ ജുഡീഷ്യൽ ബാൻസ്. പ്രിലിംസിൽ ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, GS പേപ്പർ 1. അതേപോലെ മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്നതാണ്, സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള കമൽ ഹാസൻ പുള്ളി ഒരു ഫിലിം ഇവൻറ്റിൽ വന്നിട്ട് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കി. അതായത് പുള്ളി പറഞ്ഞത് കന്നഡ വന്നത് തമിഴിൽ നിന്നാണെന്ന് പറഞ്ഞു. ഹി ക്ലെയിം ദാറ്റ് കന്നഡ കെയിം ഫ്രം തമിഴ്. അത് സത്യമൊന്നുമല്ല, ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഈ രണ്ട് ലാംഗ്വേജും, കന്നഡയാണെന്നുണ്ടെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലും, നമുക്കറിയാം ഇതൊക്കെ വളരെ ദീസ് ആർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാംഗ്വേജസ് അല്ലേ. ഇവർ ഒരു പ്രോട്ടോ ദ്രവീഡിയൻ ഇതിലുള്ളൊരു ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഇത് കർണാടകത്തിലുള്ള ആൾക്കാരെ ഒരുപാട് ടെൻഷൻ ആക്കിയിട്ടുണ്ട്. ദിസ് അപ്സെറ്റ് മെനി പീപ്പിൾ ഇൻ കർണാടക. ഈ ഒരു കോൺട്രവേഴ്സി കാരണം ചില ആൾക്കാർ ഈ ഒരു പുതിയ നമ്മുടെ കമൽഹാസൻ അഭിനയിച്ച തഗ് ലൈഫ് എന്ന മൂവി, മണിരത്നം ഡയറക്റ്റ് ചെയ്ത തഗ് ലൈഫ്, ചിമ്പു ഒക്കെ ഉണ്ട് അല്ലേ, STR ഒക്കെ ഉണ്ട് ഇതിൽ, തൃഷ. മൂവി നല്ലതാണോ പൊട്ടയാണോ നമ്മളിതിൽ പറയുന്നില്ല. ചില ആൾക്കാർ കർണാടകയിൽ ഈ ഒരു കോൺട്രവേഴ്സി കാരണം സം പീപ്പിൾ ട്രൈ ടു സ്റ്റോപ്പ് ഹിസ് ന്യൂ മൂവി ദ തഗ് ലൈഫ് ഫ്രം ബീങ് ഷോൺ ഇൻ കർണാടക. കർണാടക ഹൈക്കോർട്ട് അടക്കം ഹിൻഡ് ചെയ്തത് കമൽഹാസൻ സോറി പറയണം എന്നുള്ള രീതിയിലാണ് കർണാടക ഹൈക്കോർട്ടും പറഞ്ഞത്. പക്ഷേ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സ്റ്റെപ്ഡ് ഇൻ ആൻഡ് നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞത് സെറ്റ് ദ മൂവി മസ്റ്റ് ബി അലൗഡ് ടു റിലീസ്. ഓക്കെ, ഈ ഒരു മൂവി അലൗ ചെയ്യണം, ഇത് റിലീസ് ചെയ്യണം കർണാടകയിൽ. ഇത് തടുക്കാനുള്ള അവകാശം ആർക്കുമില്ല. നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇവിടെ സുപ്രീം കോർട്ട് ചെയ്തത് എന്താണ്? സുപ്രീം കോർട്ട് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ പ്രൊട്ടക്ട് ചെയ്തതാണ് അല്ലേ, ആൻഡ് മേഡ് ഷുവർ ദ ഫിലിം കുഡ് ബി ഷോൺ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്കറിയാം അല്ലേ, ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19(1)(a) ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണല്ലേ. ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണ്? ദിസ് ആർട്ടിക്കിൾ ഗ്യാരണ്ടീസ് ഓൾ സിറ്റിസൺസ് ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇൻക്ലൂഡിംഗ് ദ ഫ്രീഡം ടു എക്സ്പ്രസ് ഒപ്പീനിയൻസ് അല്ലേ, hold beliefs and spread information through various means like speech, writing, printing or other forms of communication. പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ ആണ്, പക്ഷെ അത് ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട് അല്ലേ. റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെക്കാം ഓൺ ദ റൈറ്റ് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫേമേഷൻ എക്സെട്ര. അത് വേറൊരു ഡിസ്കഷനാണ്. നമുക്ക് അതിലോട്ട് അങ്ങനെ കിടക്കണ്ട, പോളിറ്റിയിലേക്ക് കയറണ്ട. അതൊന്ന് പറഞ്ഞു, ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം, അതായത് ഈ ഒരു ഫിലിംസൊക്കെ അപ്രൂവ് ചെയ്ത് വിടുന്നത് ഈ ഒരു CBFC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. സുപ്രീം കോർട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഫിലിം അത് സർട്ടിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗവൺമെൻറ് ബോഡിയാണല്ലോ ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഇറ്റ് കനോട്ട് ബി സ്റ്റോപ്ഡ്. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് സം പീപ്പിൾ സേ ദെയർ ഫീലിങ്സ് ആർ ഹേർട്ട്. ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് അവരുടെ ഫീലിങ്സിനെ ഹേർട്ടായി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിനിമ തടുക്കാനൊന്നും പറ്റില്ല. കർണാടക ഹൈക്കോർട്ട് ഒരു ഒരു ഇമോഷണൽ വ്യൂയിലൂടെയാണ് ഈ ഒരു കാര്യത്തിന് കണ്ടത്. ദേ സീം ടു ടേക്ക് എ മോറൽ ഓർ ഇമോഷണൽ വ്യൂ. ഓക്കെ, പക്ഷേ സുപ്രീം കോർട്ട് ഡിസഗ്രി ചെയ്തു. ആൻഡ് സുപ്രീം കോർട്ട് കർണാടക ഹൈക്കോർട്ടിനെ ഓർമ്മിപ്പിച്ചു, അതായത് കോടതികൾ പാലിക്കേണ്ടത് നിയമമാണ്, അല്ലാതെ ഇമോഷൻസിന്റെ പുറകിൽ പോകരുത്. നോട്ട് ജസ്റ്റ് ഇമോഷൻസ് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സ്റ്റോപ്പിംഗ് എ ഫിലിം ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ സർട്ടിഫൈഡ് ബ്രേക്സ് ദ റൂൾ ഓഫ് ലോ അല്ലേ. അത് ഫ്രീ സ്പീച്ചിനെ വയലേറ്റ് ചെയ്യലാണ്, വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് 1952 സിനിമാറ്റോഗ്രാഫ് ആക്ട് ഉണ്ട്. ഓക്കെ, സിനിമാറ്റോഗ്രാഫ് ആക്ട് ഉണ്ട്. ഈ ഒരു ലോ പ്രകാരം ദാറ്റ് ഡിസൈഡ്സ് ഹൗ ഫിലിംസ് ആർ ചെക്ക്ഡ് ആൻഡ് സർട്ടിഫൈഡ്. ഓക്കെ, ഇത് ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം അലൗ ചെയ്യുകയാണ്, ബട്ട് ഓൾസോ ഇൻക്ലൂഡ്സ് ലിമിറ്റ്സ്. ഓക്കെ, നോ ഹെയ്റ്റ് സ്പീച്ച് ഓർ വയലൻസ്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഒരു ഫിലിം, വൺസ് എ ഫിലിം ഈസ് ലീഗലി സർട്ടിഫൈഡ്, it cannot be blocked just because some people don't like it. That would be unfair and illegal. പിന്നെ കോടതികൾ പറയാണ്ട് കുറച്ച് ആൾക്കാർ ചേർന്നിട്ടൊരു ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ബാൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഈ ഒരു ബാന് ഇറ്റ് ഈസ് നോട്ട് ഓർഡർഡ് ബൈ എ കോർട്ട് ഓർ ലോ. റാൻഡം ആയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ വന്നിട്ട് അവർ ആ ഒരു ഫിലിംസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ബൈ ക്ലെയിമിങ് ദാറ്റ് അവരുടെ ഫീലിങ്സ് ഒക്കെ ഹേർട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലീഗൽ പവർ ഇല്ല അല്ലേ. ഈ ഒരു കൈൻഡ് ഓഫ് ബാനുകൾ, അതായത് ഈ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ബാൻസ്, അതായത് ബാൻസ് നോട്ട് ഓർഡർഡ് ബൈ എ കോർട്ട് ഓഫ് ലോ എന്നുള്ളത്, ഇത് ഫ്രീ സ്പീച്ചിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് അല്ലേ. അതേപോലെ അത് ഫിലിം ഇൻഡസ്ട്രിയെ വളരെയധികം ഹാം ചെയ്യും.
അതേപോലെ ഇതിൻ്റെ ആർട്ടിസ്റ്റിനെ അവരെ പേടിപ്പിക്കുകയാണ് അല്ലേ, ഇറ്റ് ഈസ് സ്കെയറിങ് ദി ആർട്ടിസ്റ്റ് ഫ്രോം എക്സ്പ്രസിങ് ദംസെൽഫ്. സോ ഈ ഒരു CBFC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, നമ്മുടെ സെൻസർ ബോർഡ്, സോ ഇവർക്ക് മാത്രമേ ലീഗൽ റൈറ്റ് ഉള്ളൂ ആ ഒരു ഫിലിം ചെക്ക് ചെയ്യാനും ആ ഒരു ഫിലിം അപ്രൂവ് ചെയ്യാനും. വേറെ ഒരു ഗ്രൂപ്പിനും ഇതിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, നോ അതർ ഗ്രൂപ്പ് ക്യാൻ ഡിസൈഡ് വാട്ട് ഷുഡ് ഓർ ഷുഡിൻ ബി ഡൺ. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു CBFCക്ക് മാത്രമേ ആ ഒരു ഫിലിംസിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ലീഗലി. അല്ലാണ്ട് ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ക്രൗഡ്, ഒരു ആംഗ്രി ക്രൗഡിന് ഇത് ചെയ്യാൻ പറ്റില്ല. നോട്ട് ആൻ ആംഗ്രി ക്രൗഡ് ക്യാൻ ഡു ദിസ്. സോ ഫ്രീ സ്പീച്ച് എന്നുള്ളത് ഇറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ആൻഡ് സോ ഈ ഒരു ന്യൂസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതല്ലേ. ആൻഡ് ദേ ഷുഡ് മേക്ക് ഷുവർ, അതായത് സർട്ടിഫൈഡ് ഫിലിംസ് ആർ ഷോൺ ഈവൺ ഇൻ സം പീപ്പിൾ പ്രൊട്ടസ്റ്റ്. സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് വി മസ്റ്റ് ക്ലിയർലി ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ സ്പീച്ച്. ഫ്രീ സ്പീച്ച് അലൗഡ് ആണ് അല്ലേ. ഫ്രീ സ്പീച്ചും ഹെയ്റ്റ് സ്പീച്ചും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഓക്കെ, ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ വിച്ച് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, വിച്ച് ക്യാൻ ബി സ്റ്റോപ്ഡ്. ഓക്കെ, സോ വി മസ്റ്റ് ക്ലിയർലി ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ സ്പീച്ച് ആൻഡ് ഹെയ്റ്റ് സ്പീച്ച് എന്ന് സുപ്രീം കോർട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹെയ്റ്റ് സ്പീച്ച് മാത്രമേ ലീഗലി നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് കോർട്ട് പറഞ്ഞ വേറൊരു കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഇവിടെ, ഈ തിയേറ്റർ ഓണേഴ്സിന് ഒരു വാലിഡ് റീസൺ ഇല്ലാതെ ഫിലിംസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ഓക്കെ, ആ ഒരു സെൻസർ ബോർഡ് ആ ഒരു ഫിലിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാലിഡ് റീസൺ വേണം അത് കാണിക്കാതിരിക്കാൻ. ഓക്കെ, ദ തിയേറ്റർ ഓണേഴ്സ് മസ്റ്റ് നോട്ട് ക്യാൻസൽ ഫിലിംസ് വിതൗട്ട് എ വാലിഡ് റീസൺ. സോ പിന്നെ പോലീസിന്റെ കാര്യം സുപ്രീം കോർട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, എന്താണ് ത്രെട്ട് അല്ലെങ്കിൽ വയലൻസ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം പോലീസിന് ഉണ്ടാവണം എന്ന് കോടതി പറഞ്ഞു. പോലീസ് ഷുഡ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആൻഡ് ത്രെറ്റ്സ് ഓർ വയലൻസ്. ഓക്കെ, പിന്നെ ആൾക്കാരെ സേഫ് ആക്കണം. അതായത് ആൾക്കാർ സിനിമ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ഷുഡ് ഫീൽ സേഫ് അല്ലെ, ഗോയിങ് ടു വാച്ച് ഫിലിംസ് ദാറ്റ് ഹാവ് ബീൻ ലീഗലി അപ്രൂവ്ഡ്. സോ നമുക്കിവിടെ പറയാനുള്ളത്, ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ്റും അതേപോലെ തിയേറ്റേഴ്സും, ദേ മസ്റ്റ് പ്രൊട്ടക്ട് അവർ റൈറ്റ് ടു വാച്ച് ലീഗൽ ഫിലിംസ് ആൻഡ് നോട്ട് ഗീവ് ഇൻ ടു ഫിയർ ഓർ ത്രെറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ്. Quantum challenge on IIT DRDO demonstration of quantum key distribution scheme. സോ ഈ ഒരു ന്യൂസിൻ്റെ പ്രിലിംസ് റെലവൻസ് കറണ്ട് അഫയേഴ്സ് ആണ്. GS പേപ്പർ 1 കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 3 വരുന്നതാണ്, അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി. സോ ഇവിടെ കാണാം, നമ്മുടെ IIT ഡൽഹിയിലെ സയൻറ്റിസ്റ്റും അതേപോലെ DRDO, നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും കൂടിയിട്ട് ഒരു പുതിയൊരു സ്പെഷ്യൽ ടെക്നോളജി ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരാണ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതൊക്കെ ഫ്യൂച്ചറാണ് സംഭവം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനെ ദേ ടെസ്റ്റഡ് ഇറ്റ് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 1 കിലോമീറ്റർ ത്രൂ എയർ സ്പേസ്. ഓക്കെ, ഫ്രീ സ്പേസിലാണ് അതിനെ ടെസ്റ്റ് ചെയ്തത് IIT ക്യാമ്പസിൽ. ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ, സോ ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് സീക്രട്ട് മെസ്സേജസ് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെരി സെക്യൂർലി ബിറ്റ്വീൻ 2 പീപ്പിൾ ഓർ ഡിവൈസസ്. ഇതിലിപ്പോൾ ആരെങ്കിലും കയറിയിട്ട് ഇതിൽ സ്പൈ ചെയ്യാനോ ഇതിനെ ഹാക്ക് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടെക്നോളജി ഇത് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, that it can stay secure even against future quantum computers. സോ നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിറ്റും ക്യൂബിറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയണം. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ ഒരുപാട് പഠിക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഇത് മെൻഷൻ വന്നപ്പോൾ, കാരണം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ ന്യൂസിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ടുള്ളതാണ് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. സോ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ക്യൂബിറ്റ്സ് ആണ്. ഓക്കെ, റെഗുലർ ബിറ്റുകളാണ് നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സൊക്കെ, അതായത് ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന റെഗുലർ ബിറ്റുകളാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് ക്യൂബിറ്റ്സ് ആണ്. അതായത് ഒരു ബിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റിന് രണ്ടെണ്ണം, അതിൽ 0ഉം 1ഉം ഉള്ളത്. അപ്പോൾ അതിൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഓക്കെ, ഇറ്റ് ക്യാൻ ബി 0 ഓർ 1. ഓക്കെ, ഒരു ബിറ്റിന് ക്യൂബിറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി 0 ഓർ 1. ഓക്കെ, ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി 0 ഓർ 1, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഇത് രണ്ടിൽ നിൽക്കാൻ പറ്റും.
ഇതിനെയാണ് ഈ ഒരു സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സൂപ്പർ പൊസിഷനാണ്. ഓക്കെ, സോ ഈ ഒരു ക്യൂബിറ്റ്സ് ഇറ്റ് ക്യാൻ ഓൾസോ ബി ലിങ്ക് ടുഗെദർ കോൾഡ് എന്താ എൻറ്റാങ്കിൾമെൻറ്റ്. ഓക്കെ, അലോവിങ് ദം ടു പ്രോസസ് കോംപ്ലക്സ് പ്രോബ്ലംസ് വെരി ഫാസ്റ്റ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളൊരു പേര് നിങ്ങളുടെ ഒരു ഫോൺ ബുക്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യണമെന്ന് വെക്കുക. ഓക്കെ, സോ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് ആ ഒരു ഓർഡർ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു ഫോൺ ബുക്കിൽ നിങ്ങളൊരു പേര് സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ഓർഡർ കിട്ടുന്നില്ല. സോ ഈ ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് അറ്റ് എ ടൈം ഓരോരോ പേരുകളായിട്ട് സെർച്ച് ചെയ്യും. ഇറ്റ് സെർച്ചസ് വൺ നെയിം അറ്റ് എ ടൈം. ചിലപ്പോൾ 1000 സ്റ്റെപ്പുകൾ എടുക്കാം അല്ലേ. ഫോർ 1000 നെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 സ്റ്റെപ്പ് എടുക്കും. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വേറൊരു അൽഗോറിതമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ക്യാൻ ഫൈൻഡ് ദ റൈറ്റ് നെയിം ഇൻ അബൌട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 32 സ്റ്റെപ്പിലൊക്കെ ഇതിന് ആൻസർ കിട്ടും. 1000 എത്തണ്ട. സോ ഇത് മച്ച് ഫാസ്റ്റർ ആണല്ലേ. ഒരു സൂപ്പർ പൊസിഷൻ എന്നുള്ള ആ ഒരു ടെക്നോളജിയാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ക്വാണ്ടം പാരലിസം ഒക്കെയാണ് ഉള്ളത്. സോ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇറ്റ് ക്യാൻ എക്സ്പ്ലോർ മെനി പോസിബിലിറ്റീസ് അറ്റ് വൺസ് instead of checking them one after another. So your quantum computers it is like searching a needle in a haystack, okay, by checking many places at the same time, not one by one. Okay, സോ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്, സോ ഇത് വളരെ ദേ ആർ വെരി മച്ച് പവർഫുൾ ദാൻ ടുഡേസ് കമ്പ്യൂട്ടേഴ്സ്. സോ നമ്മളിപ്പോൾ ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജി, ഈ ഒരു ടെക്നോളജി വളരെ സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫ്യൂച്ചർ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് എതിരെ വരെ ഭയങ്കര സെക്യൂർ ആയിട്ട് നിൽക്കാൻ ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഇത് സാധിക്കും. ഓക്കെ, വിച്ച് ആർ മച്ച് പവർഫുൾ ദാൻ ടുഡേസ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ വേ ടു സെൻഡ് മെസ്സേജസ് വെരി സേഫ്ലി. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്, നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് പോലും ഭാവിയിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇന്ത്യ ഈസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് പ്രോഗ്രസ് ഇൻ ഇറ്റ്. സോ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സൈബർ സെക്യൂരിറ്റിയുടെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് ആണെങ്കിലും നമ്മുടെ എൻക്രിപ്ഷൻ നിങ്ങൾ കാണില്ലേ വാട്സാപ്പിലൊക്കെ നിങ്ങളുടെ മെസ്സേജസ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്നൊക്കെ. സോ നമ്മുടെ ഇന്നത്തെ കാലത്ത് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് അത് ബേസ് ചെയ്തിരിക്കുന്നത് കോംപ്ലക്സ് മാത്സ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഹാർഡ് ഫോർ നോർമൽ കമ്പ്യൂട്ടേഴ്സ് ടു സോൾവ്. പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ മാത്സ് പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ കുഡ് സോൾവ് ദീസ് മാത്സ് പ്രോബ്ലംസ് വെരി ഈസിലി, വിച്ച് മീൻസ് ദേ കുഡ് ബ്രേക്ക് ടുഡേസ് സെക്യൂരിറ്റി സിസ്റ്റം അല്ലേ. സോ ഈ ഒരു ക്വാണ്ടം സൈബർ സെക്യൂരിറ്റി, അതായത് നമ്മുടെ ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു പരിപാടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് സേഫാണ് അല്ല, ബിക്കോസ് ഇറ്റ് ഡസൻ റിലേ ഓൺ ഹാർഡ് മാത്സ് പ്രോബ്ലംസ്. ഇൻസ്റ്റഡ് ഇത് യൂസ് ചെയ്യുന്നത് ലോ ഓഫ് ഫിസിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് സെക്യൂർഡ് നോ മാറ്റർ ഹൗ പവർഫുൾ എ കമ്പ്യൂട്ടർ ഈസ്. സോ ഈ ഒരു കറണ്ട് സെക്യൂരിറ്റി ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ബൈ ഫ്യൂച്ചർ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. പക്ഷേ ക്വാണ്ടം സൈബർ സെക്യൂരിറ്റി ഇറ്റ് വിൽ സ്റ്റേ സേഫ് എന്നുള്ളതാണ്. ഓക്കെ, ഈവൻ ദെൻ ഇറ്റ് വിൽ സ്റ്റേ സേഫ്. സോ നമ്മൾ ഇവിടെ ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ടെക്നോളജിയുടെ കൂടെ നമ്മൾ സാറ്റലൈറ്റ്സും കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അതായത് അക്രോസ് ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് അക്രോസ് ഓൾ ഓഫ് ഇന്ത്യ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ബിൽഡ് എ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. സോ ഈ ഒരു നെറ്റ്വർക്ക് ആൾക്കാരെയും ഓർഗനൈസേഷൻസിനും ഒക്കെ അവരുടെ ഡാറ്റ വളരെ സെക്യൂർ ആയിട്ട് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു സ്പൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് ടാമ്പർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കുറയ്ക്കും. ഓക്കെ, വളരെയധികം ഒന്നല്ല, നോ ചാൻസ് ഓഫ് സ്പൈയിങ് ഓർ ടാമ്പറിങ്. നമ്മളപ്പോൾ ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കുറച്ചും കൂടി വി ക്യാൻ ബിൽഡ് എ സൂപ്പർ സെക്യൂർ കൺട്രി വൈഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് നോ വൺ ക്യാൻ ഹാക്ക്. സോ ഇന്ത്യ ഒരു നാഷണൽ ക്വാണ്ടം മിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു 2023. സോ ഇത് ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് നമ്മൾ പറഞ്ഞ ഒരു ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു നാഷണൽ ക്വാണ്ടം മിഷൻ 2023. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് 2031 കൂടിയിട്ട് 6000 കോടിയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് സെറ്റ് അസൈഡ് 6000 crores ടു ബി സെൻഡ് ബൈ 2031. ഓക്കെ, ആൻഡ് ഇപ്പോൾ 2020 തുടക്കത്തിൽ നമ്മുടെ ഈ ഒരു ബജറ്റിൽ അത് 8000 കോടിയാക്കി. ഓക്കെ, ദ പ്ലാൻഡ് ബഡ്ജറ്റ് വാസ് 8000 crore, ബട്ട് ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് നൗ. ഓക്കെ, പക്ഷേ ഈ ഒരു മിഷൻ വേറെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഫണ്ടുകളൊന്നും പ്രോപ്പറായിട്ട് റിലീസ് ആവുന്നില്ല. ദേ ആർ നോട്ട് ബീങ് റിലീസ് പ്രോപ്പർലി. അതേപോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം, അതായത് വെഞ്ചർ ക്യാപിറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ലോ ആണ്.
ഈ ഒരു ഫീൽഡിലേക്കൊന്നും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, വളരെ കുറവായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സ് നമുക്കറിയാമല്ലോ, അത് വളരെ സ്ലോ ആണ്. ഈ ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ദേ ഫേസ് ടു മച്ച് പേപ്പർ വർക്ക് ആൻഡ് ഒരുപാട് ഡിലേ വരുന്നുണ്ട് ഗെറ്റിംഗ് മണി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിലേ വരുന്നുണ്ട്. ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി വേറെ രാജ്യങ്ങളെയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത് ക്രയോസ്റ്റാറ്റ്സ് ഒക്കെയാണ്. അതായത് സൂപ്പർ കൂളിംഗ് മെഷീൻസ് ഒക്കെ വേണം ഇതിന്. ഓക്കെ, പിന്നെ സെൻസേഴ്സ് വേണം, ക്വാണ്ടം സോഫ്റ്റ്വെയർ വേണം. സോ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വേറെ രാജ്യങ്ങളെയാണ്. പിന്നെ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ദേ ആർ അൺപെയ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ ദേ ആർ അണ്ടർ പെയ്ഡ്. അവർ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ റെൻറ്റഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓഫൺ വർക്ക് ഓൺ ഷോർട്ട് ടേം കോൺട്രാക്ട്സ് വിച്ച് എഫക്ട്സ് ദെയർ വർക്ക് ക്വാളിറ്റി. സോ ഇന്ത്യക്ക് ഈ ഒരു ക്വാണ്ടം ടെക്നോളജിയിൽ വളരെ വലിയ പ്ലാനുകളൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു ഫണ്ടിൽ വരുന്ന ആ ഒരു ഡിലേയും അതേപോലെ റെഡ് ടേപ്പിസും റിസോഴ്സസ് ഇല്ലായ്മയും ഒക്കെ ദേ ആർ സ്ലോയിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇന്ത്യ ഈ ഒരു ക്വാണ്ടം ടെക്നോളജിയിൽ നമ്മൾ വേറെ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അതായത് വേറെ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് പൈസയെ നമ്മൾ ഇപ്പോൾ 8,000 6,000 കോടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുടക്കുന്നുള്ളൂ. ഇന്ത്യ സ്പെൻഡിങ് മച്ച് ലെസ് ഓൺ ക്വാണ്ടം ടെക്നോളജി കമ്പയർഡ് ടു അതർ കൺട്രീസ്. US കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണതിൻ്റെ 5 ഇരട്ടിയാണ് US സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദേ സ്പെൻഡ് 5 ടൈംസ് മോർ ദാൻ ഇന്ത്യ. അതേപോലെ ചൈന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന പിന്നെ നോക്കണ്ട, 20 ടൈംസ് മോർ, ദേ ആർ സ്പെൻഡിങ് 20 ടൈംസ് മോർ. ഓക്കെ, സോ ഈ ഒരു ടെക്നോളജി, അതായത് ടു ഗ്രോ ആൻഡ് യൂസ് ടെക്നോളജീസ് ലൈക്ക് ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ബൈ IIT ആൻഡ് DRDO. സോ ഇന്ത്യക്ക് വേണ്ടത്, ഇന്ത്യ നീഡ്സ് ടു ഡു മോർ ദാൻ ജസ്റ്റ് ആഡ് എ ഫ്യൂ സയൻറ്റിസ്റ്റ് ഓർ ടൂൾസ് ടു ഓൾഡ് സിസ്റ്റം. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടത് വളരെ വലിയ ചേഞ്ചസ് ആണ് ഇൻ ഹൗ തിങ്സ് ആർ റൺ. അതായത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്മൂത്തായിട്ടുള്ള ഫണ്ടിങ് കിട്ടണം, അല്ലേ? നമുക്ക് നല്ല ലാബുകൾ ഉണ്ടാവണം. നമുക്ക് നല്ല അവിടെ ലാബുകൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതിൻ്റെ ഉള്ള എക്യുപ്മെൻറ്റ്സ് വേണ്ടേ. സോ വി നീഡ് ബെറ്റർ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ലാബ്സ്. അതേപോലെ ഈ ഒരു ടൂൾസ് നമ്മൾ പറഞ്ഞല്ലോ, വേറെ ഇപ്പോൾ കൺട്രീസിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. സോ ഈസിയർ റൂൾസ് കൊണ്ടുവരണം ഫോർ ബൈയിങ് ആൻഡ് ഇമ്പോർട്ടിങ് ടൂൾസ്. ഓക്കെ, പിന്നെ ഹയർ പേ ആൻഡ് ജോബ് സെക്യൂരിറ്റി ടു കീപ് ഗുഡ് റിസർച്ച് ഇൻ ഇന്ത്യ. സോ ഇൻ ഷോർട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ക്വാണ്ടം ടെക്നോളജിയിൽ ഗ്ലോബലി നമുക്ക് കോമ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ നീഡ്സ് ടു സ്പെൻഡ് മോർ ആൻഡ് ഫിക്സ് ദ സിസ്റ്റം, നോട്ട് ജസ്റ്റ് പാച്ച് ഇറ്റ്. So we will move on to our next news, which is lighting the spark in UK-India cultural relations. സോ ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് പ്രിലിംസിൽ. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. ബൈലാറ്ററൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ഇൻവോൾവിങ് ഇന്ത്യ ആൻഡ് ഓർ അഫക്റ്റിംഗ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. സോ ഈ ഒരു ന്യൂസിൽ നമുക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ മെയ്യിൽ ഇന്ത്യയും UKയും കൂടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിരുന്നു. ഓക്കെ, ഒന്ന് ബിസിനസ്സിലും ട്രേഡിലും ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. രണ്ടാമത്തത് POCC, അതായത് പ്രോഗ്രാം ഓഫ് കൾച്ചറൽ കോപ്പറേഷൻ. ഇത് ഫോക്കസ് ചെയ്യുന്നത് ആർട്ടും കൾച്ചറൊക്കെയാണ്, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാം ഓഫ് കൾച്ചറൽ കോപ്പറേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, ഇറ്റ് സപ്പോർട്ട്സ് കൊളാബറേഷൻ ഇൻ 5 കീ ഏരിയാസ്. ഒന്ന്, ആ ഒരു വിർച്വൽ മ്യൂസിയം, ഓൺലൈൻ ആർട്ടിലൊക്കെയാണ്, അതായത് ഡിജിറ്റൽ കൾച്ചറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ കൾച്ചർ. അതേപോലെ എക്സിബിഷനും പിന്നെ കളക്ഷൻസും ഒക്കെ, പെർഫോമൻസ്, കൾച്ചറൽ ഇവൻറ്റ്സ്, അതേപോലെ കൾച്ചറൽ പ്രോപ്പർട്ടി ഒക്കെ ലൈക്ക് നമ്മുടെ ഒരു ഏൻഷ്യൻ്റ് ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ. സോ പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടി ലൈക്ക് ഏൻഷ്യൻ്റ് ആർട്ടിഫാക്ട്സ്. സോ അതേപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഇൻ കൾച്ചർ, എക്കോ ഫ്രണ്ട്ലി ആർട്ട് പ്രാക്ടീസസ്. സോ ഇത് സൈൻ ചെയ്തത് UKയുടെ കൾച്ചറൽ സെക്രട്ടറി ആയിട്ടുള്ള ലിസ നാൻഡിയും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ ഒരു കൾച്ചറൽ മിനിസ്റ്റർ ആയിട്ടുള്ള ഗജേന്ദ്ര സിംഗ് ഷിഖാവത്താണ്, ഷോയിങ് സ്ട്രോങ് ഗവൺമെൻറ് സപ്പോർട്ട്. സോ ഈ ഒരു എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ലിസ നാൻഡി നമ്മുടെ വേവ് സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ, വേവ്സ് നമുക്കറിയാലോ, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റാണ് മുംബൈയിൽ നടന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അതിന് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. ഓക്കെ, ആൻഡ് സോ ആ ഒരു സമ്മിറ്റിൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു.
and where she stressed how UK-India partnership in art and media can create jobs and support sustainable growth. ഇന്ത്യയും യു കെയും കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും യു കെയും നമ്മൾ വെറും ഒരു ഗുഡ്സ് ട്രേഡ് ചെയ്യുക മാത്രമല്ല, ആർ നോട്ട് ജസ്റ്റ് ട്രേഡിങ് ഗുഡ്സ്, they also we are also working together on art, culture and creativity to build stronger ties and new jobs. സോ ഓവറോൾ ഒരു ക്രിയേറ്റീവ് എക്കോണമിയുടെ ഒരു ഗ്ലോബലി ഉള്ളൊരു ഗ്രോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് സെക്ടേഴ്സ് ഇല്ലേ, ഇപ്പോൾ ഫിലിംസ്, അതേപോലെ മ്യൂസിക്, ഡിസൈൻ, ഗെയിമിങ്, സോ ഇതൊക്കെ ഇപ്പോൾ ദിനം ദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2030 കൂടിയിട്ട് വേൾഡ് എക്കണോമിയുടെ 10% ഈ ഒരു സെക്ടർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു സെക്ടർ എന്നുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ഇറ്റ് വിൽ മേക്ക് അപ്പ് 10% ഓഫ് ദ വേൾഡ്സ് എക്കോണമി. ഇപ്പോൾ ഡൽഹിയിൽ 2023 G20 സമ്മിറ്റ് ഒക്കെ ഉണ്ടായപ്പോൾ ഈ ഒരു സെക്ടറിലേക്കൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ ഫോർ മോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദിസ് ഏരിയ. പിന്നെ നമ്മൾ ഈ ഒരു ഇന്ത്യ യു കെയുടെ ഈ ഒരു കൾച്ചറൽ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു POCC. സോ ഇന്ത്യയും യു കെയും കൂടിയിട്ടുള്ള ഈ ഒരു POCC ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഇറ്റ് ബിൽഡ് സ്ട്രോങ് ടൈസ് ബിറ്റ്വീൻ ബിഗ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം ബ്രിട്ടീഷ് മ്യൂസിയം ഒക്കെ ഇതിൻ്റെ ഒരു ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയവും പിന്നെ അതേപോലെ നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് കൾച്ചറൊക്കെ കൂടിയിട്ട് ആ ഒരു ടൈപ്പ് നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അല്ല ഈ ഒരു ഫീൽഡിൽ. ഓക്കെ, സോ ഇന്ത്യ യു കെ ഈ ഒരു POCC ബിൽഡ്സ് വെരി സ്ട്രോങ് ടൈസ് ബിറ്റ്വീൻ ബിഗ് കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദി ബ്രിട്ടീഷ് മ്യൂസിയം ആൻഡ് ഇന്ത്യാസ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. സോ അവർ ആ ഒരു ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഹെറിറ്റേജും ആർട്ടും കൾച്ചറും ഒക്കെ ഗ്ലോബലി ഉള്ളത് ഷെയർ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, പിന്നെ ക്രിയേറ്റീവ് എക്കോണമിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് എക്കണോമി ഇൻക്ലൂഡ്സ് തിങ്സ് ലൈക്ക് OTT പ്ലാറ്റ്ഫോംസ്, ഗെയിമിംഗ്, ഡിജിറ്റൽ കോണ്ടന്റ്, ഫിലിംസ്, TV. സോ ആ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു POCC എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ദാറ്റ് ഫോക്കസസ് ഓൺ യൂസിങ് ദിസ് സെക്ടർ ടു ക്രിയേറ്റ് മോർ ജോബ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി യങ് ആയിട്ടുള്ള സ്കിൽഡ് ആൾക്കാർക്ക്. ഓക്കെ, സോ ക്രിയേറ്റീവ് സെക്ടറിലുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യക്കുള്ളത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആണ് അല്ലേ. പിന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ടെക്നോളജിക്കൽ സ്കില്ലുണ്ട്, അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ സ്കിൽസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വി ഹാവ് എ ലാർജ് ആർട്ടിഷ്യൻ വർക്ക് ഫോഴ്സ്. അതേപോലെ നമ്മുടെ കയ്യിലാണ് വേൾഡിലെ ലാർജസ്റ്റ് യൂത്ത് പോപ്പുലേഷൻ ഉള്ളത്. ഓക്കെ, സോ ഇതൊക്കെ ഇറ്റ് ഈസ് മേക്കിംഗ് ഇന്ത്യ റെഡി ടു ലീഡ് ഗ്ലോബലി ഇൻ ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്. പിന്നെ ഇന്ത്യയുടെ ഒരു ക്രിയേറ്റീവ് എക്കോണമിയുടെ കാര്യം നമ്മൾ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുന്നത് 35 ബില്യൺ വർത്താണ്. ഓക്കെ, ഇറ്റ് ഈസ് വർത്ത് 35 ബില്യൺ. അതേപോലെ തന്നെ ഇറ്റ് എംപ്ലോയ്സ് 8% ഓഫ് ഇന്ത്യസ് വർക്ക് ഫോഴ്സ്. ഓക്കെ, ക്രിയേറ്റീവ് എക്കണോമിയാണ് ഇന്ത്യയിലെ 8% ഇന്ത്യൻ വർക്ക് ഫോഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു 10 ടോപ്പ് ക്രിയേറ്റീവ് ഹബ്ബുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 6 നോൺ മെട്രോ ഏരിയാസിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിൽ എക്സാമ്പിളായിട്ട് ജമ്മു കാശ്മീരിലുള്ള ബഡ്ഗാമും അതേപോലെ തമിഴ്നാട്ടിലുള്ള തിരുപ്പൂരൊക്കെ ഈ ഒരു ടോപ്പ് ക്രിയേറ്റീവ് ഹബ്സിന് എക്സാമ്പിളാണ്, നോൺ മെട്രോ ഏരിയാസിലുള്ളത്. ഓക്കെ, 300ഓളം യൂണിവേഴ്സിറ്റീസും 3000ഓളം കോളേജുകളും ക്രിയേറ്റീവ് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ടു ട്രെയിൻ എ ഫ്യൂച്ചർ റെഡി വർക്ക് ഫോഴ്സ്. സോ ഈ ഒരു ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു സ്ട്രോങ് കൾച്ചറും ടെക്നോളജിയും യൂത്തിൻ്റെ പവറൊക്കെ വെച്ചിട്ട് വളരെ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇന്ത്യ യു കെ ഈ ഒരു POCC പറയുന്ന പ്രോഗ്രാം ഒക്കെ ഇറ്റ് ഹെൽപ്സ് ടു അൺലോക്ക് ദിസ് പൊട്ടൻഷ്യൽ ത്രൂ പാർട്ട്ണർഷിപ്പ്, ഡിജിറ്റൽ ഷെയറിംഗ് ആൻഡ് ജോബ് ക്രിയേഷൻ. സോ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നോക്കാനുണ്ട് മെയിനായിട്ട്. ഇപ്പോൾ അതിൽ നമുക്കറിയാം റോയൽ എൻഫീൽഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു ബ്രാൻഡായിരിക്കും അല്ലേ, നമ്മുടെ ബുള്ളറ്റ് ഒക്കെ ഇറക്കുന്ന ആൾക്കാർ. അതായത് ശരിക്കും ഇതൊരു UK ഇന്ത്യ മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ്. സോ ഇവർ യുനെസ്കോ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പുതിയൊരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റോയൽ എൻഫീൽഡ് ആൻഡ് യുനെസ്കോ കൾച്ചറൽ വർക്ക് ഇൻ ദി ഹിമാലയ. സോ ഈ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ്, ഇതിൻ്റെ പേര് ഹിമാലയൻ നോട്ട് എന്നാണ്, KNOT. ഓക്കെ, സോ ഈ ഒരു പ്രൊജക്റ്റ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ക്രാഫ്റ്റുകളിൽ ഹിമാലയാസിലുള്ള ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ക്രാഫ്റ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ എയിം. ഏകദേശം 580ഓളം ആർട്ടിഷ്യൻസ് ഈ ഒരു മിഷൻ്റെ പാർട്ടാണ് ടു പ്രിസർവ് കൾച്ചർ ആൻഡ് സപ്പോർട്ട് ലോക്കൽ ലൈവ്ലിഹുഡ്. ഓക്കെ, സോ ഈ ഒരു പ്രൊജക്റ്റ് ഇറ്റ് നോട്ട് ഓൺലി സേവ്സ് ഓൾഡ് വേവിങ് ആൻഡ് ടെക്സ്റ്റൈൽ ട്രഡീഷൻസ്. ഓക്കെ, അവിടെയുള്ള ആർട്ടിഷ്യൻസിന് പുതിയ ഒരു മാർക്കറ്റ് കണ്ടെത്താൻ കൂടി ഇത് സഹായിക്കും.
അല്ലേ? The project not only saves old weaving and textile traditions but also help artisans find new market. ഓക്കെ, ഇത് സസ്റ്റൈനബിലിറ്റി കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു കൾച്ചറൽ പ്രിസർവേഷൻ്റെ കൂടെ സസ്റ്റൈനബിലിറ്റിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഹെൽപ്പിംഗ് ബോത്ത് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ഹെറിറ്റേജ്. ആൻഡ് ഈ ഒരു ഇന്ത്യ യു കെ ഫ്രണ്ട്ഷിപ്പ്, റിയൽ ആയിട്ടുള്ള ഇന്ത്യ യു കെ ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ് ഗ്രോസ് ത്രൂ ഷെയർഡ് സ്റ്റോറീസ്, അല്ലേ? ആർട്ട്, പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻസ് ആൻഡ് ഓൾ. ഇപ്പോൾ നമുക്കറിയാം വേൾഡ് ഫുള്ള് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുൾ കോൺഫ്ലിക്റ്റ് ആണ്, ചേഞ്ചസ്, ഓക്കെ, ഒരുപാട് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സോ ഇൻ എ വേൾഡ് ഫുൾ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ചേഞ്ചസ്, ഈ ഒരു കൾച്ചറും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് പീസ്, അല്ലേ? ഹീലിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ്സ് വൈ ഇൻവെസ്റ്റിംഗ് ഇൻ ക്രിയേറ്റീവ് പാർട്ട്ണർഷിപ്പ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ ഈ ഒരു റോയൽ എൻഫീൽഡും യുനെസ്കോവും ദേ ആർ ഹെൽപ്പിംഗ് ഹിമാലയൻ ആർട്ടീഷ്യൻസ് കീപ്പിംഗ് their traditions alive, which also building stronger cultural ties between India and the UK. സോ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹെറിറ്റേജ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ പീസ്, ജോബ് ആൻഡ് ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വേറെ കുറച്ച് ന്യൂസുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.